ഹലോ മച്ചന്മാരെ, രാവിലെ നീച്ചപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ ചേച്ചി പറഞ്ഞു എവിടെ നിന്നും പോയി നിങ്ങൾ മീനുമായിട്ടൊന്ന് നല്ല മീൻകറി മീൻ ഫ്രൈ ഉണ്ടാക്കി പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തിട്ട് നേരെ വിട്ട് നമ്മുടെ ലിവർപൂളിലുള്ള നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലത്തേക്ക്. അവിടെ മത്തി അടിക്കുക പോലെ കുറേ മീനുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടിങ് ഒക്കെ നമ്മുടെ മലയാളി പിള്ളേരായതുകൊണ്ട് നല്ല വൃത്തി കട്ട് ചെയ്ത് ഫ്രഷ് ആയി തന്നെ. മീനൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് ചേച്ചി അവിടെ മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ പോയിട്ട് മീനൊക്കെ ഒന്ന് കഴുകിയിട്ട് അങ്ങനെ സെറ്റാക്കി കൊടുത്തു. എന്നാൽ പിന്നെ കുറച്ചു നേരം പടം കണ്ടാണ്ട് ഒരു പടം എടുത്തിട്ട് പടം കണ്ട് സമയം പോയത് അറിയാത്തപ്പോഴേക്കും നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ടായിരുന്നു. നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് സെറ്റാക്കി ഒരു കിട്ടില്ല മീൻകറി. എന്നാൽ പിന്നെ കറി മാത്രം പോരല്ലോ, കുറച്ച് ഫ്രൈയും കൂടി ആക്കാണ്ട് സൗരവ് എന്ത് ചെയ്തു, ഫ്രൈ ആക്കാനുള്ള മസാലയൊക്കെ സെറ്റാക്കി. അപ്പോഴേക്കും നമ്മൾ പോയിട്ട് വീണ്ടും വേറൊരു പടം ഇട്ടുന്നു കണ്ടു. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ ഫ്രൈൻ്റെ മണ്ണ് അടിച്ചത് നമുക്കാണല്ലോ വയറ്റിൻ്റെ ഉള്ളിൽ വണ്ടി ഓടാൻ തുടങ്ങി വിശന്നിട്ടേ. എന്നാലും ആ മീനാവാനുള്ള ക്ഷമ ഉണ്ടായിരുന്നു നമുക്ക് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ചോറ്, കുറച്ച് മീൻകറി, നല്ല മീൻ ഫ്രൈ, അച്ചാറൊക്കെ എടുത്തിട്ട് നല്ല പടം അടിച്ചു. ഒന്നും പറയാനില്ല, കിടില ഫുഡ്. അതുകൊണ്ട് കുറച്ച് എന്റർടൈൻ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ദംഷ്ട്രാസ് എന്താ കാട്ടുന്ന മൂപ്പർക്ക് അറിയില്ല, കുറെ എന്തൊക്കെ കാട്ടി കഴിഞ്ഞു. അവസാനം മൂപ്പർക്ക് വയ്യാണ്ട് ഇറങ്ങണ്ടോ. ഏതാ പടം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോ, നമുക്ക് മനസ്സിലായില്ല. അളിയെ തോൽവി സമ്മതിച്ചേർന്ന് നമ്മുടെ ചേച്ചി തുടങ്ങിയിട്ടോ. ആരാ മീതിയുള്ള കോമ്പറ്റീഷൻ ആണോ നടന്നതാണ് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നത്. ഇവരെന്താ കാട്ടുന്നത് ഇവർക്കേ മനസ്സിലായില്ല. ഇതേതാ സിനിമ കണ്ടുപിടിച്ച ഒരു കമന്റ് ബോക്സിൽ ഇട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സ്നൂക്കേഴ്സ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് തട്ടിന്റെ സന്തോഷം ഉണ്ടേ കാണുന്നത്. ഇവൾക്ക് പിന്നെ കണ്ണ് കാണാത്തതുകൊണ്ട് എല്ലാ ബോളും ഇരുന്ന് അടിച്ചോണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ അളിയെ നമുക്ക് കുറച്ച് നേരം കോച്ചിങ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൂപ്പൻ്റെ ഒന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് സൗകര്യം പറഞ്ഞത് ഇങ്ങനെ നല്ല ഞാൻ കാണിച്ചു തരാണ്ട് മൂപ്പൻ എന്തൊക്കെ കാട്ടുണ്ടായിരുന്നു. അവിടെ കുറേ നേരം കളിച്ചതിന് ശേഷം നമ്മൾ നേരെ വിട്ടു ലിവർപൂളിലുള്ള ജയൻവീല് കാണാൻ വേണ്ടിയിട്ട്. കുറേ നേരം കണ്ടു നല്ല അതിൽ കയറുന്നില്ല. അത് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങി. എന്നാൽ ശരി, എല്ലാവർക്കും ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ച് വേണ്ട പറഞ്ഞ എൻ്റെ മുഖത്താണ് ഇപ്പോൾ 2 ഐസ്ക്രീം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഐസ്ക്രീം വേണ്ട പറഞ്ഞെങ്കിലും ചേച്ചിൻ്റെ ആക്ഷൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അവൾ കഴിക്കില്ല, ഐസ്ക്രീം കൊണ്ട് ഞാൻ കഴിക്കുന്നത്. എന്നാൽ ശരി കൊണ്ട് അതും വാങ്ങി ഞാനും കഴിച്ചു. അത് നേരെ എല്ലാവരും വീട്ടിലേക്ക് വിട്ടു. ഇന്ന് അതിന് അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ 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 ബൈ.